ഓം ശാന്തി. 6/5/2022 बाबा कहते मीठे बच्चे, तुम ब्राह्मणों को ईश्वर की गोदी में ली, तुम्हें नशा लेना चाहिए। बाप ने इस तन द्वारा हमें अपना बनाया. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങൾ ബ്രാഹ്മണർക്ക് ഈശ്വരന്റെ മടിത്തട്ട് ലഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ലഹരി ഉണ്ടായിരിക്കണം. ബാബ ഈ ശരീരത്തിലൂടെ നമ്മെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ബാബ പറഞ്ഞത്, മധുരമായ കുട്ടികളെ, നിങ്ങൾ ബ്രാഹ്മണർക്ക് ഈശ്വരന്റെ മടിത്തട്ട് ലഭിച്ചിരിക്കുകയാണ്. കുട്ടികൾക്ക് ലഹരി ഉണ്ടായിരിക്കണം. ബാബ ഈ ശരീരത്തിലൂടെ നമ്മൾ കുട്ടികളെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ചോദ്യം, ബാപ്നെ കോൺസാ ദിവ്യ കർത്തവ്യ കിയാ ഹൈ ജിസ് കാരണം ഉനकी ഇത്നി മഹിമ ഗായി ഹുई है. ബാബ ഏതൊരു ദിവ്യ കർത്തവ്യമാണ് ചെയ്യുന്നത്? ഇത് കാരണം ബാബയ്ക്ക് അത്രയും മഹിമ പാടുന്നുണ്ട്. ബാബ ചെയ്ത ദിവ്യ കർത്തവ്യം എന്താണ്? ബാബയ്ക്ക് ഇത്രയധികം മഹിമ പാടപ്പെടുന്നതിന്റെ കാരണമായിരിക്കുന്ന അല്ലെ ബാബയുടെ ദിവ്യ കർത്തവ്യം എന്താണ്? ബാബയ്ക്ക് ഒരുപാട് മഹിമാ നാമങ്ങളുണ്ട്. ബാബയെ ഒരുപാട് മഹിമ പാടുന്നുണ്ട്. അല്ലെ, ശിവൻ എത്ര മഹിമ പാടുന്നുണ്ട്. അപ്പോ എന്താണ് ഇത്രയും മഹിമയ്ക്ക് അർഹനാകാനുള്ള ആ ഭഗവാന്റെ ദിവ്യ കർത്തവ്യം? ബാബ പറയാണ്, പതീതരെ പാവനമാക്കി മാറ്റി. सभी मनुष्यों को माया रावण की जंजीरों से छुड़ाना ये दिव्य कर्तव्य एक बाप ही करते हैं. എല്ലാ മനുഷ്യരെയും മായ രാവണന്റെ ആ ചങ്ങലയിൽ നിന്നും രക്ഷിക്കുക, ഈ ദിവ്യ കർത്തവ്യം ഒരു ബാബയാണ് ചെയ്യുന്നത്. സർവ മനുഷ്യരെയും മായ രാവണന്റെ ചങ്ങലകളിൽ നിന്നും രക്ഷിക്കുക എന്ന ദിവ്യ കർത്തവ്യം ഒരേ ഒരു ബാബയാണ് ചെയ്യുന്നത്. വേദക്കെ ബാപ്സേഹി പരിധികളില്ലാത്ത അച്ഛനിൽ നിന്ന് മാത്രമാണ് പരിധികളില്ലാത്ത സുഖത്തിന്റെ സ്വത്ത് ലഭിക്കുന്നത്. ജോഫിർ ആദ കൽപ്പതക് ചലത്തെ, ഇതാണ് അരക്കൽപ്പകാലം നമ്മുടെ കൂടെ വരുന്നത്. സത്യയുഗമേ ഹേ ഗോൾഡൻ ജൂബിലി, ത്രേതാമേ ഹേ സിൽവർ ജൂബിലി. സത്യയുഗത്തില് ഗോൾഡൻ ജൂബിലി, ത്രേതായുഗത്തില് സിൽവർ ജൂബിലി. तो वो सदो प्रधान, वो सदो അല്ലെ, സത്യുഗം സദോ പ്രധാനമാണ്, ത്രേതായുഗം സദോയാണ്. दोनों को ही सुखधाम कहा जाता है. സത്യുഗം ത്രേതായുഗത്തെയാണ് അല്ലെ, സദോ പ്രധാനവും സദോയുമായിട്ടുള്ള ഈ ലോകങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? സുഖധാമം എന്ന് വിളിക്കുന്നത്. तो ऐसे സുഖധാം की സ്ഥാപന ബാപ്നെ की. അങ്ങനെയുള്ള സുഖധാമത്തിന്റെ സ്ഥാപന ബാബയാണ് ചെയ്യുന്നത്. ഇസ്ലിയേ ഉനकी മഹിമ ഗായി ജാതി. അതുകൊണ്ട് തന്നെ ബാബയുടെ മഹിമ പാടുന്നു. അപ്പോ അല്ലെ, ബാബയുടെ കർത്തവ്യം പതിതരെ പാവനമാക്കി മാറ്റുക. എല്ലാ മനുഷ്യരും മായ രാവണന്റെ ചങ്ങലയിൽ നിന്ന് രക്ഷിക്കുന്നത് അല്ലെ ബാബയുടെ ദിവ്യ കർത്തവ്യമാണ്. ബാബയ്ക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ. പരിധികളില്ലാത്ത അച്ഛന് മാത്രമാണ് പരിധികളില്ലാത്ത സുഖത്തിന്റെ സ്വത്ത് നൽകാൻ കഴിയുന്നത്. അതാണ് അരക്കൽപ്പകാലം നടക്കുന്നത്. സത്യയുഗത്തിൽ ഗോൾഡൻ ജൂബിലി, ത്രേതായുഗത്തിൽ സിൽവർ ജൂബിലി അല്ലെ, ഈ രണ്ട് യുഗങ്ങളെയും സുഖധാമം എന്ന് വിളിക്കും. സുഖധാമത്തിന്റെ സ്ഥാപനം ബാബയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബാബയ്ക്ക് ഇത്രയും മഹിമ പാടുന്നത്. ഗീതം ഇൻസാഫുക മന്ദിർ, ഈശ്വരന്റെ ക്ഷേത്രമാണ്. ओम शांति. बाप और दादा मिलकर के बच्चों को समझाते हैं. कभी बाप समझाते हैं, कभी दादा समझाते. ഇവിടെ ബാപ് ദാദ രണ്ടുപേരും ഒരുമിച്ചുള്ള കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ഇടയ്ക്ക് ബാബ മനസ്സിലാക്കി തരുന്നു, ഇടയ്ക്ക് ദാദ മനസ്സിലാക്കി തരുന്നു, ബ്രഹ്മ ബാബ മനസ്സിലാക്കി തരുന്നു. क्योंकि ये शरीर दादा का भी घर है. ഈ ശരീരം എന്ന് പറയുന്നത് ദാദയുടെയും വീടാണ്. പരംപിത പരമാത്മാ तो रहते हैं,
പരംധാമി. പരമപിത പരമാത്മാവ് വസിക്കുന്നത് പരമധാമത്തിലാണ്. समझाते हैं क्योंकि ये क्षेत्र दादा का भी घर है. ശിവബാബ പറയാണ് ഇവിടെ ബ്രഹ്മബാബയുടെ ശരീരം ബ്രഹ്മബാബയുടെ വീടുമാണ്, അല്ലെ, ശിവബാബയുടേതാണ്. ശിവബാബ ബ്രഹ്മാവിലാണല്ലോ വരുന്നത്. അപ്പോൾ ശിവബാബയും കുട്ടികൾക്ക് മനസ്സിലാക്കി തരും, ബ്രഹ്മബാബയും ഇടയ്ക്ക് മനസ്സിലാക്കി തരും. എന്നാൽ പരമപിത പരമാത്മാവിന്റെ ഗ്രഹം പരമധർമ്മം. जरूर कोई समय में उनका ये भारत ही घर होता है. അല്ലെ, ചില സമയങ്ങളിൽ അല്ലെ ബാബ പറയാണ് ഭഗവാന്റെ വീട് ഈ ഭാരതവുമാണ്. കാരണം ഭഗവാൻ ഈ സൃഷ്ടിയിലേക്ക് വരുന്നു, അല്ലെ, ശിവരാത്രി, അല്ലെ, സൃഷ്ടിയുടെ രാത്രിയിൽ ശിവബാബ ഇവിടെ വരുന്നു, ഈ ഭാരതത്തിലേക്ക് വരുന്നു. അപ്പോ ഈ ഭാരതവും തറവാടാണ്, വീടാണ്. ശിവയ്ക്ക് ബഹുത് മന്ദിർ, ശിവന്റെ ധാരാളം ക്ഷേത്രങ്ങളുമുണ്ട്. സിദ്ധു ഹോത്താഹി ഭാരത് ഖണ്ഡമേക്ക് എനിക്ക് ആന ഹോത്താഹി. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഭാരത ഖണ്ഡത്തിലാണ് ബാബ വരുന്നത്, ബാബയ്ക്ക് വരേണ്ടിയിരിക്കുന്നത്. പതിതോക്കോ പാവൻ ബനാനി സഭി മനുഷ്യർക്കോ മായ രാവണയ്ക്ക് ജൻകിലോ സിദ്ധുരാനി. ബാബ എന്തിനാ വരുന്നത്? പതിതരെ പാവനമാക്കി മാറ്റുവാൻ വേണ്ടി, എല്ലാ മനുഷ്യരെയും മായയുടെ രാവണന്റെ ചങ്ങലയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി. ക്യോങ്കി അവ രാവണ രാജ്യം, കാരണം ഇപ്പോൾ രാവണന്റെ രാജ്യമാണ്. രാവണക്കോ ജലാത്തെ ഭാരതമേ, രാവണനെ കത്തിക്കുന്നത് ഭാരതത്തിലാണ്. ശിവരാത്രി ഓർ കൃഷ്ണ ജയന്തി ഭാരതമേക്ക് മനാത്തെ. ശിവരാത്രിയും കൃഷ്ണ ജയന്തിയും ഭാരതത്തിലാണ് ആഘോഷിക്കുന്നത്. രാവണ രാജ്യം ആധാകൽപ്പ ചൽത്താൻ, രാവണ രാജ്യം അരക്കൽപ്പകാലമാണ് നടക്കുന്നത്. ഫിർ ബാബാത്തേക്ക് പാവൻ ബനാനി. അരക്കൽപ്പത്തെ രാവണ രാജ്യത്തിന് ശേഷം ബാബ വരികയാണ്. എന്തിനു വേണ്ടി? അല്ലെ, വീണ്ടും പതിതരെ പാവനമാക്കി മാറ്റി ഇവിടെ പാവനമായ ലോകത്തിന്റെ സ്ഥാപന ചെയ്യാൻ. ബസ് ഏക് ബാർ പാവൻ ബനാത്തി. കൽപ്പത്തിൽ ഒരിക്കൽ മാത്രമാണ് ഭഗവാൻ വന്ന് തന്റെ കുട്ടികളെ പാവനമാക്കി മാറ്റുന്നത്. കാരണം ആത്മാവ് പതീതമായി പോയി. ആത്മാവിൽ പഞ്ചവികാരങ്ങൾ നിറഞ്ഞ് പഞ്ചവികാരങ്ങളുടെ സംസ്കാരവും കർമ്മങ്ങളുമായിട്ട് ആത്മാവ് പതീതമായി പോയി. ആ പതീതമായ ആത്മാവിനെ പാവനമാക്കി മാറ്റുന്നത് ഒരേയൊരു ബാബയാണ്, അല്ലെ. പതീതമായ ലോകത്തെ പാവനമാക്കി മാറ്റുന്നത് ഒരേയൊരു ബാബയാണ്. അപ്പൊ പാവനമാക്കാൻ വേണ്ടിയിട്ടാണ് ബാബ ഈ സൃഷ്ടിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് ശിവരാത്രി ആഘോഷിക്കുന്നുണ്ട്, അല്ലെ, കൃഷ്ണ ജയന്തിയും ആഘോഷിക്കുന്നുണ്ട്. ശിവരാത്രിക്ക് ശേഷമാണ് കൃഷ്ണ ജയന്തി. അപ്പോ ബാബ പറയുന്നത് എന്താണ്? കാരണം നമ്മൾ അരക്കല്പമായിട്ട് എവിടെയായിരുന്നു ഉണ്ടായിരുന്നേ? രാവണ രാജ്യത്തിലാണ് ഉണ്ടായിരുന്നത്. ബസ് ഏക് ബാർ പാവൻ ബനാ ദേത്തെ. മുഴുവൻ കൽപ്പത്തിലും സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഒരു കൽപ്പം, ഒരു സൃഷ്ടി നാടകത്തിന് ഒരിക്കൽ മാത്രമാണ് ഭഗവാൻ ഈ സൃഷ്ടിയിലേക്ക് വരുന്നത്, അല്ലെ. കുട്ടികളെ, അല്ലെ, നിങ്ങളെ ആത്മാക്കളെ പാവനമാക്കി മാറ്റുന്നതിന് വേണ്ടി, പതിതരെ പാവനമാക്കാൻ വേണ്ടി. ബസ് ഏക് ബാർ പാവൻ ബനാ ദേത്തെ. तो बाप का जन्म भारत में प्रसिद्ध. ബാബയുടെ പേര് ഭാരതത്തിൽ പ്രസിദ്ധമാണ്. ജരൂർ പോയി ദിവ്യ കർത്തവ്യം കിയാ. തീർച്ചയായിട്ടും ബാബ ദിവ്യമായ കർത്തവ്യം ചെയ്തിട്ടുണ്ട്. തബുത്തോ ഉൻക നാം ഹി. ബാബ ദിവ്യമായ കർത്തവ്യം ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ബാബയ്ക്ക് ഇത്രയും പേരും പ്രശസ്തിയും ഉള്ളത്. മനുഷ്യർക്കോ പാവൻ ബനാന സക്. ബാബ പറയാണ്, മനുഷ്യരെ ഒരിക്കലും പാവനമാക്കി മാറ്റുവാൻ സാധ്യമേ. പതീത പാവൻ ഏക് ബാപ്പു കഹ ജാതാ ഹി. പതീത പാവനിൽ നിന്ന് ഒരേ ഒരു പരമാത്മാവാകുന്ന പിതാവിനെ മാത്രമേ വിളിക്കുവാൻ സാധിക്കൂ. സ്വർഗ നരക് ഏ നാം ഭി ഭാരത് പർ ഹി പടാ. സ്വർഗം, നരകം, ഈ പേരുകൾ ഭാരതത്തിനാണ് ഉള്ളത്. ഭാരത് 5000 വർഷ പേരെ സ്വർഗത. 5000 വർഷം മുമ്പ് ഈ ഭാരതം സ്വർഗമായിരുന്നു. ഉनको പാകിസ്ഥാൻ ഭി കഹ ജാതാ ഹെ. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കാറുണ്ട്? സ്വർഗം എന്ന് വിളിക്കാറുണ്ട്. തീർച്ചയായിട്ടും ബാബയിൽ നിന്നാണ് നമ്മൾ കുട്ടികൾക്ക് സ്വത്ത് ലഭിക്കുന്നത്. ബാബ് അക്ഷർ ബഹുത് മീഠാ ലഗ്താ ഹെ. ഇവിടെ ബാബ എന്നുള്ള ആ വാക്ക് തന്നെ നമുക്ക് ഏറ്റവും
മധുരതയുള്ളതാണ്. അല്ലെ, ബാബ എന്നുള്ള വാക്ക് അല്ലെ, ഇവിടെ നമ്മൾ ആത്മീയ അച്ഛൻ ശിവബാബയെ നമ്മൾ ബാബ എന്ന് വിളിക്കുമ്പോൾ അത് ഏറ്റവും മധുരമാണ്. ഉൻസേഹി ബേഹദ് കാ സുഖ കാ വർഷ മിൽത്താ ഹൈ. അല്ലെ, ആ ആത്മീയ അച്ഛന്റെ അടുക്കൽ നിന്നാണ് പരിധികളില്ലാത്ത സുഖത്തിന്റെ സ്വത്ത് കുട്ടികൾക്ക് ലഭിക്കുന്നത്. ജോ സുഖ ആദാ കൽപ്പി ചൽത്താ ഹൈ. അല്ലെ, ബാബ നമുക്ക് പരിധികളില്ലാത്ത സുഖത്തിന്റെ സ്വത്ത് നൽകാണ്. ആ സുഖം അരക്കൽപ്പകാലം നടത്തും. बाप अक्षर बहुत मीठा लगता है. तो जिसकी गोल्डन ജൂബിലി സിൽവർ ജൂബിലി മനാത്തെ അല്ലെ, ശരിക്കും എന്താണ് ബാബ പറയാണ് അല്ലെ, ഗോൾഡൻ ജൂബിലിയും സിൽവർ ജൂബിലിയും ഒക്കെ ആഘോഷിക്കുന്നുണ്ട്. സത്യയുഗോ ഗോൾഡൻ ജൂബിലി, ത്രേതായുഗോ സിൽവർ ജൂബിലി കരുതി. സത്യയുഗത്തിന് ഗോൾഡൻ ജൂബിലി എന്നും അല്ലെ, ഗോൾഡൻ യുഗമാണ്, ത്രേതായുഗത്തെ സിൽവർ ജൂബിലി എന്ന് വിളിക്കാം. ഗോ സദോ പ്രധാൻ ഫിർ സദോ അല്ലെ, ഏറ്റവും സദോ പ്രധാനമായിരുന്നു സത്യയുഗം, പിന്നീട് അത് സദോയിലേക്ക്. ദോനോക്കോ മിലാക്കർ സുഗതാം കഹാ ജാതാ ഹൈ. രണ്ടും കലർത്തിക്കൊണ്ട് സുഗതാമം എന്ന് വിളിക്കുന്നു. നമ്പർ 1 ഹേ സൂര്യവംശി, സെക്കൻഡ് നമ്പർ ചന്ദ്രവംശി. നമ്പർ 1 ആയിട്ടുള്ളത് സൂര്യവംശജരാണ്, സെക്കൻഡ് നമ്പറിൽ വരുന്നത് ചന്ദ്രവംശജരാണ്. ബാപ്പ് ജബ് ഇസ് ഭാരത് ഖണ്ഡ് മേ ആത്തെ ഹൈ തോ ഭാരത് കോ പാവൻ ബനാത്തെ. ബാബ എപ്പോഴാണോ ഈ ഭാരതഖണ്ഡത്തിലേക്ക് വരുന്നത് അപ്പോൾ ഭാരതത്തെ പാവനമാക്കി മാറ്റും. फिर जब भक्ति शुरू होती है तो कलाएं कमती होती जाती है. പിന്നെ എപ്പോഴാണോ ഭക്തി ആരംഭിക്കുന്നത് അപ്പോൾ ഇവിടെ കലകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും. तो जाड़ जड़ीभूत तमो प्रधान बन जाता है. പിന്നെ ഈ പ്രപഞ്ച വൃക്ഷം ആകെ ദ്രവിച്ച് ജീർണിച്ച് തമോ പ്രധാനമായിരിക്കും. സബ് ഭക്ത് ബൻ ജാത്തെ ഹൈ. എല്ലാവരും ഇവിടെ ഭക്തരായിട്ട് മാറുകയാണ്. സാധുവി സാധന കർത്തെ ഹൈ ബാപ്പു പാനെ ഹൈ. സാധു സന്യാസികൾ പോലും സാധന ചെയ്യുന്നത് ബാബയെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ്. അതായത് സന്യാസിമാർ പോലും തപസ് ചെയ്യുന്നത് പരമാത്മാവിനെ സ്വന്തമാക്കാൻ വേണ്ടിയാണ്. ജബ് വോ സമയ പൂരാ ഹോത്താ ഹൈ ഫിർ ബാബ് ആത്തെ ഹൈ ഭക്തോ കോ സുഖി ബനാനെ. അല്ലെ, ബാബ പറയാണ് എപ്പോഴാണോ അല്ലെ അരക്കൽപ്പകാലം ഭക്തർ ഭക്തി ചെയ്യുന്നു, ആ അരക്കൽപ്പകാലത്തെ ഭക്തിക്ക് ശേഷം ഭഗവാൻ ഈ സൃഷ്ടിയിലേക്ക് വരുന്നത് അല്ലെ എന്തിനു വേണ്ടിയാണ്? ഭക്തരെ സുഖികളാക്കി മാറ്റുവാൻ വേണ്ടിയാണ്, കുട്ടികൾക്ക് സുഖത്തിന്റെ സ്വത്ത് നൽകുവാൻ വേണ്ടിയാണ്. ജബ് वो समय पूरा होता है फिर बाप आते हैं भक्तों को सुखी बनाने. तो वहां कभी अकाल मृत्यु नहीं होती. ബാബ സുഖധാമത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ. ബാബ പറയാണ് ആ സുഖധാമത്തിൽ അകാല മൃത്യു എന്നുള്ളത് ഒരിക്കലും സംഭവിക്കുന്നില്ല. കബി രോത്തേഹെ പീഡ്തനെ, അവിടെ ആരും കരയുന്നില്ല, വിഷമിക്കുന്നില്ല. ഏ കോൺ സംജാത്തേഹെ, ഇതാരാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? ബേഹദ് കബ, പരിധികളില്ലാത്ത അച്ഛൻ. ഉൻകാ നാം ഭി ചാഹിയെ. തീർച്ചയായിട്ടും ആ പരിധികളില്ലാത്ത അച്ഛന്റെ പേരും ആവശ്യമാണ്. കലിയുഗമേ ഹേഹി അന്ത്യാരം. ഈ കലിയുഗം എന്ന് പറയുന്നത് അല്ലെ അന്ധകാരം, അജ്ഞാനത്തിന്റെ അന്ധകാരം നിറഞ്ഞിരിക്കുകയാണ്. ഭക്തി മാർഗത്തിൽ ടോക്കനെ കാത്തിരത്തെ. ഭക്തി മാർഗത്തിൽ പോലും നമ്മൾ അജ്ഞതയിലായിരുന്നു. നമുക്ക് പരമാത്മാവിനെ അറിയില്ല, നമ്മളെ പറ്റി നമ്മുടെ ഒറിജിനൽ വ്യക്തിത്വത്തെ കുറിച്ച് നമുക്ക് സ്വയം അറിയില്ല, പ്രപഞ്ച രഹസ്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ അജ്ഞതയിലായിരുന്നു. അപ്പൊ നമ്മള് ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് നടക്കായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഈശ്വരനെയും ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മൾ എന്താണ്, നമ്മള് ഇരുട്ടത്ത് തപ്പിത്തടയുന്ന പോലെയായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. സ്വർഗമേക്ക് സുഖിക്ക് ബാധ പൊട്ടി, ദുഃഖിക്ക് ബാധ പൊട്ടിക്കും. സ്വർഗത്തിലാണെങ്കിൽ ദുഃഖത്തിൻ്റെതായിട്ടുള്ള യാതൊരു കാര്യങ്ങളുമില്ല എന്ന് ബാബ പറയുന്നു. സബ് സുഖി രഹത്തെ ഹൈ ഇസ്ലിയേ ഭഗവാൻ കോ പുകാർത്തെ ഹൈ. അവിടെ എല്ലാവരും സുഖികളായിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഭഗവാനെ വിളിച്ചോണ്ട്. സ്വർഗമേ തോ ദുഃഖിക്ക് ബാധ പൊട്ടി ഹൈ സബ് സുഖി രഹത്തെ ഹൈ ഇസ്ലിയേ ഭഗവാൻ കോ പുകാർത്തെ ഹൈ. സ്വർഗത്തിന് ദുഃഖത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളേ ഇല്ല അല്ലെ, എല്ലാവരും സുഖികളായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സത്യയുഗം ത്രേതായുഗത്തിലെ ദേവി ദേവതകൾ ഭഗവാനെ വിളിക്കുന്നു. സ്വർഗത്തിൽ ആരും ഈശ്വരനെ വിളിക്കുന്നു, ഈശ്വരനെ ഓർമ്മിക്കുന്ന പോലും ഇല്ല. അവിടെ ഈശ്വരനെ ഓർമ്മിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നമ്മൾ ദ്വാപരയുഗം കലിയുഗം മുഴുവൻ ഭക്തി ചെയ്ത് ഭഗവാനെ വിളിച്ച് അല്ലെ ഭഗവാൻ കലിയുഗത്തിന്റെ അന്ത്യത്തിൽ സൃഷ്ടിയിലേക്ക് വന്നു. അതുവരെയും ഭഗവാൻ ദ്വാപരയുഗം മുതൽ ഓരോരോ വ്യക്തിത്വം
വ്യക്തിത്വങ്ങളെ, അതുപോലെയുള്ള വ്യക്തിത്വങ്ങളെ ധർമ്മസ്ഥാപനയ്ക്ക് വേണ്ടി ഈ സൃഷ്ടിയിലേക്ക് അയച്ചുകൊണ്ടേയിരുന്നു, ഇവിടുത്തെ റിപ്പയർ പണി നടത്താൻ. അതുകൊണ്ടാണല്ലോ, ഇവിടുത്തെ കുഴപ്പങ്ങൾ കൊണ്ടാണല്ലോ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി സൊല്യൂഷനായിട്ട് ഭഗവാൻ ആളുകളെ ഇവിടെ അയച്ചുകൊണ്ടിരുന്നു. അവസാനം ഭഗവാൻ ഇവിടെ വന്നിട്ട് സുഖധാമത്തിന്റെ സ്ഥാപനം ചെയ്തു, സ്വർഗത്തിന്റെ സ്ഥാപനം ചെയ്തു, കുട്ടികളെ അങ്ങോട്ട് അയച്ചു. അപ്പൊ അച്ഛൻ നൽകിയ സ്വത്താണ്, അച്ഛൻ എല്ലാം തന്നിരിക്കുകയാണ്. ഇനി ആളെ വിളിക്കേണ്ട ആവശ്യമില്ല, അല്ലെ? നമ്മുടെ ആത്മാവിന് വേണ്ടതും, അല്ലെ, നമ്മുടെ ജീവിതത്തിന് വേണ്ടതും, അനേക ജന്മാന്തരങ്ങളിലേക്ക് വേണ്ടത് ഭഗവാൻ സ്വത്തിന്റെ രൂപത്തിൽ സ്വർഗത്തിന്റെ സ്വത്തായിട്ട് നൽകിയിരിക്കാം. പിന്നെ നമ്മൾ ഭഗവാനെ വിളിക്കേണ്ട കാര്യം എന്താണത്? അപ്പൊ ഭഗവാനെ നമ്മൾ വിളിക്കേണ്ട ആവശ്യം. സത്യയുഗോ സുഗതാം കലിയുഗോ. അപ്പൊ സത്യയുഗത്തിനെ സുഗധാമം എന്ന് വിളിക്കുന്നു, കലിയുഗത്തിനെ ദുഃഖധാമം എന്ന് വിളിക്കുന്നു. वल्लभाचार्य वैष्णव लोग समझते हैं कि सतयुग में लक्ष्मी नारायण का राज्य था. വല്ലഭാചാര്യ വൈഷ്ണവർ വിചാരിക്കുന്നത് സത്യയുഗത്തിൽ ലക്ഷ്മി നാരായണന്റെ രാജ്യം ഉണ്ടായിരുന്നു. യഥാ രാജ റാണി തഥാ പ്രജ സുഖിതേ. രാജാവും റാണിയും പ്രജകളും സുഖികളായിരുന്നു. ഉസ്കോ ഗോൾഡൻ ഏജ് കഹാ ജാതാ ഹൈ. അങ്ങനെയുള്ള ആ സത്യയുഗത്തെ ഗോൾഡൻ ഏജ് എന്നാണ് വിളിച്ചിരുന്നത്. സത്യയുഗത്തിലേക്ക് जो चक्र में आते हैं उनको ही 84 जन्म होंगे. സത്യുഗം മുതൽ ആരാണോ ഈ ചക്രത്തിലേക്ക് വരുന്നത് അവർ 84 ജന്മങ്ങൾ എടുക്കും. സത്യയുഗത്തിന്റെ ആദ്യത്തെ തലമുറ മുതൽ കലിയുഗത്തിന്റെ അന്ത്യത്തിലേക്ക് വരുന്നവരാണ് 84 ജന്മം എടുക്കുന്നത്. ബച്ചോക്കോ സംജായാക്കി ഏ ജാട്. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, കുട്ടികളെ ഇത് വൃക്ഷമാണ്. സബ് പത്തെ ഇക്കട്ടെ നെക്കി ആയി. എല്ലാ ഇലകളും, അല്ലെ, പ്രപഞ്ചവൃക്ഷത്തിന് എല്ലാ ഇലകളും ഒരുമിച്ച് മുളക്കില്ല. സത്യയുഗമേ ഏകി ആദി സനാതൻ ദേവി ദേവത ധർമ്മം. സത്യയുഗത്തിൽ ഒരേ ഒരു ആദി സനാതന ദേവി ദേവത ധർമ്മമാണ് ഉണ്ടായിരുന്നത്. ഉൻകോ ഹിന്ദു നഹി കഹി. ഒരിക്കലും സത്യയുഗത്തെ, അല്ലെ, സത്യയുഗത്തിലുള്ള ആദി സനാതന ദേവി ദേവത ധർമ്മത്തെ ഹിന്ദു ധർമ്മം എന്ന് വിളിക്കുന്നില്ല. ഇവിടെ ഹിന്ദുസ്ഥാനിലുള്ള ധർമ്മത്തെ ഹിന്ദു ധർമ്മം എന്ന് വിളിക്കും. ശരിക്കും ആദി സനാതന ദേവി ദേവത ധർമ്മമാണ്, പക്ഷെ ഹിന്ദുസ്ഥാനിലായതുകൊണ്ട് ഹിന്ദു ധർമ്മം എന്ന് വിളിക്കുകയാണ്. तो देवी देवी देवताएं तो സർവഗുണ സമ്പന്ന സ്വരകല സമ്പൂർണ്ണ ഗായ ജാതി. ദേവി ദേവതകൾ സർവഗുണ സമ്പന്നരും 16 കല സമ്പൂർണരും എന്ന് മഹിമ പാടുന്നു. जो उनके पुजारी हैं वो जरूर उसी धर्म के होना चाहिए. അപ്പൊ ബാബ പറയാണ്, ദേവതകളുടെ പൂജാരികൾ തീർച്ചയായിട്ടും സനാതന ധർമ്മത്തിലെ ആത്മാക്കളാണ്. ക്രിസ്ത്യൻ ക്രൈസ്റ്റ് കോ യാദ് കർത്തെ ഹൈ ഉസ് ധർമ്മ കെ ഹന. ബാബ പറയാണ്, ക്രിസ്ത്യൻസ് ക്രൈസ്റ്റിനെയാണ് ഓർമ്മിക്കുന്നത്. കാരണം എന്താണ്? ആ ധർമ്മത്തിൽപ്പെട്ടവരാണ്, അതുകൊണ്ടാണ്. फिर भारतवासियों ने अपने देवी देवता धर्म का नाम क्यों गुम कर दिया? പക്ഷെ ഭാരതവാസികൾ ദേവി ദേവതാ ധർമ്മത്തിന്റെ പേര് എന്ത് ചെയ്തിരിക്കുകയാണ്, അല്ലെ? അത് മറഞ്ഞുപോയി. കാരണം വെച്ചാല് സനാതന ധർമ്മത്തില് അല്ലെങ്കിൽ ഭാരതവാസികൾ ആരും ദേവതകളല്ല. അപ്പൊ പിന്നെ എങ്ങനെ ആദ്യ സനാതന ദേവി ദേവതാ ധർമ്മം എന്നുള്ള പേര് പറയാൻ പറ്റും? അതുകൊണ്ട് സനാതന ധർമ്മം എന്ന് പറയും. അതുകൊണ്ട് ദേവി ദേവതാ ധർമ്മം എന്നുള്ളത് മറഞ്ഞുപോയി. തും ജാനത്തെ ഹോ ഹം സോ ദേവതാ ദേ ഹം ഹി ജനം മരണ മേ ആതേ. കുട്ടികൾക്കറിയാം, നമ്മൾ ദേവതകളായിരുന്നു, നമ്മളാണ് ജനന, അല്ലെ, മരണങ്ങളിലേക്ക് പോകുന്നത്. ഹംസോ ദേവത ക്ഷത്രിയ ബന്ധേ. നമ്മൾ ദേവതയാകുന്നു, പിന്നെ ത്രേതായുഗത്തിൽ ക്ഷത്രിയരാണ്. 84 ജന്മം ലേത്തെ ലേത്തെ അന്തമേ ആകർ ശൂദ്രബന്ധേ. 84 ജന്മങ്ങൾ എടുത്തെടുത്ത് അവസാനം നമ്മൾ ശൂദ്രരായി മാറുകയാണ്. ശൂദ്രസേക്ക് ബ്രാഹ്മൺ ബന്ധപ്പെടും. ശൂദ്രനിൽ നിന്ന് നമ്മൾ കുട്ടികൾക്ക് ബ്രാഹ്മണനാകണം. ബ്രാഹ്മൺ ബന്ധേഹി ബ്രഹ്മാക്കി ഔലാദ്. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ആരാണ്? ബ്രഹ്മാവിന്റെ സന്താനം. तो सभी आत्माएं वास्तव में शिव के औलाद तो है. എല്ലാ ആത്മാക്കളും ശിവന്റെ മക്കൾ തന്നെയാണ്. ലോകത്തിലുള്ള മുഴുവൻ ആത്മാക്കളും ശിവന്റെ മക്കളാണ്. तो वो बेहद का बाप. ശിവൻ ആരാണ്? പരിധികൾ ഇല്ലാത്ത നമ്മുടെ അച്ഛനാണ്. तो उनको परमपिത പരമാത്മ, അല്ലെ? അവിടെ ശിവനെ എന്താ വിളിക്കുന്നത്? പരമപിതാവായ പരമാത്മ. ഓ ഗോഡ് ഫാദർ, അർത്ഥാത് ഹെവൻലി ഗോഡ് ഫാദർ കഹാ ജാതാ ഹൈ. ഓ ഗോഡ് ഫാദർ എന്നും ഹെവൻലി ഗോഡ് ഫാദർ എന്നും പരമപിത പരമാത്മാവിനെ വിളിക്കുന്നു. तो वो स्वर्ग का रचयिता है. അല്ലെ? ബാബ സ്വർഗത്തിന്റെ രചയിതാവാണ്, പരമാത്മാവ് സ്വർഗത്തിന്റെ രചയിതാവാണ്.
अब बुद्धि से बच्चों को काम लेना. ഇപ്പൊ കുട്ടികള് തന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. जबकि बाप स्वर्ग स्थापन करते हैं, हम तो नई दुनिया का वारिस बने. അല്ലെ, ബാബ സ്വർഗത്തിന്റെ സ്ഥാപനം ചെയ്യുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് പുതിയ ലോകത്തിന്റെ അവകാശികളായിട്ട് മാറിക്കൂടാ? നമ്മുടെ അച്ഛൻ വന്നിട്ട് സ്വർഗം സ്ഥാപിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് പുതിയ ലോകത്തിന്റെ അവകാശികളായിക്കൂടാ? അവ ബുദ്ധിസെ ബच्चों काम लेना है. तो अब वो नई दुनिया पुरानी हो गई, फिर नई दुनिया कैसे बनेगी? ബാബ പറയണം, പുതിയ ലോകം പഴയതായി, പിന്നെ ഈ പഴയ ലോകം എങ്ങനെയാണ് പുതിയതാകുന്നത്? ഗാന്ധി ഗാത്തെ थे कि नया രാമരാജ് നയാ ഭാരത്. ഗാന്ധിജിയും മഹിമ പാടുമായിരുന്നു, പുതിയ ഭാരതം ഇവിടെ ഉണ്ടാകണം, പുതിയ രാമരാജ്യം ഇവിടെ ഉണ്ടാകണം. ഹം ജാനത്തെ ഹേ അബ് വോ സ്ഥാപനം പോരാക്കി. ഇപ്പോൾ രാമരാജ്യത്തിന്റെ സ്ഥാപന, പുതിയ ഭാരതത്തിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. അഭിത്തും ബ്രാഹ്മണോക്കോ ഈശ്വരീയ ഗോത്രത്തിൽ, നമ്മൾ ബ്രാഹ്മണർക്ക് ഇപ്പോൾ ഈശ്വരീയ മടിത്തട്ട് ലഭിച്ചിരിക്കുകയാണ്. വേഗത്തിക്ക് ബാപ്പോ അപ്ന ബനായ പ്രാക്ടിക്കൽ, പരിധികളില്ലാത്ത അച്ഛനെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. तो ऐसे सब कहते रहते हैं, ओ गॉड फादर रहम करो. എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓ ഗോഡ് ഫാദർ കരുണ കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. परंतु इस समय बाप ने आकर इस तन द्वारा तुमको अपना बनाया. പക്ഷേ ഈ സംഗമ യുഗത്തിൽ ഈ സമയത്ത് പരമാത്മാവാകുന്ന പിതാവ് വന്ന് ബ്രഹ്മാവിലൂടെ, ഈ ബ്രഹ്മാവിന്റെ ശരീരത്തിലൂടെ നമ്മൾ കുട്ടികളെ സ്വന്തമാക്കി. ഏ കലിയുഗി ബ്രാഹ്മൺ ഹേ ഭൂമിക്ക് സന്താനം, तो हम है ബ്രഹ്മ വംശാവലി. ബാബ പറയാണ്, ഇവിടെ കലിയുഗത്തിൽ ലൗകിക ബ്രാഹ്മണനുണ്ട്, എന്നാൽ നിങ്ങൾ കുട്ടികൾ ബ്രഹ്മ വംശാവലികളാണ്. പ്രജാപിത ബ്രഹ്മ ठहरा तो इतने बच्चे पैदा करेंगे. പ്രജാപിത ബ്രഹ്മ എന്ന് പറഞ്ഞാൽ പ്രജാപിത ബ്രഹ്മാവിന് ലോകം മുഴുവൻ ഇത്രയും കുട്ടികൾക്ക് ജന്മം കൊടുക്കാൻ സാധിക്കും. ഏക മുഖവംശം അല്ലെ, ബാബ പറയാണ്, ബ്രാഹ്മണർ ബ്രഹ്മ മുഖവംശാവലികളാണ്. പരംപിത പരമാത്മാനെ അഡോപ്റ്റ് ചെയ്യാൻ, പരമപിത പരമാത്മാവാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ, ബ്രഹ്മാവിന്റെ മുഖത്തിലൂടെ. ഗോയ മാതാപിതാ, അപ്പൊ പരമാത്മാവിന്റെയും ബ്രഹ്മാവിന്റെയും മക്കളാണ് നമ്മൾ. ബ്രഹ്മ മുഖത്തിലൂടെ നമുക്ക് ജന്മം നൽകിയിരിക്കുകയാണ്. അപ്പൊ പരമാത്മാവ് പിതാവും ബ്രഹ്മാവ് മാതാവുമായിരിക്കും. മാതപിത, ഭഗവാന്റെ മുന്നിൽ പോയിട്ട് നമ്മൾ പാടാറുണ്ട്, അങ്ങ് മാതാവും പിതാവുമാണ്. ഓ ബാബ ആപ്പിനെ ഹംകോ ബ്രഹ്മ മുഖ ദ്വാര അപ്ന ബനായ. അല്ലെ, നമ്മൾ മഹിമ പാടുന്നു, ഓ ബാബ അങ്ങ് ഞങ്ങളെ ബ്രഹ്മ മുഖത്തിലൂടെ തനിക്ക് സ്വന്തമാക്കിയിരിക്കുന്നു. സംശയിക്ക് പാട്ടെ ബാബ പറയാണ്, ഇത് മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ജ്ഞാനിക സാഗർ സപ്തതി അർത്ഥാത് ജ്ഞാനസാഗരൻ ഒരേ ഒരു ബാബയാണ്. ഈ ജ്ഞാനത്തിലൂടെ മാത്രമാണ് സദ്ഗതി അഥവാ പകലുണ്ടാക്കുന്നത്. സദ്ഗതിയുടെ ലോകം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ പകലാണ്. സദ്ഗതി എന്ന് പറഞ്ഞ സത്യം ത്രൈതായുഗത്തിലാണ് നമ്മൾ അനുഭവം ചെയ്യുന്നത് അല്ലെ, ജീവൻമുക്ത ദേവതകൾ. അപ്പൊ ബാബ പറയാണ്, സദ്ഗതി സൃഷ്ടിയുടെ പകലാണ്. ജ്ഞാനത്തിലൂടെയാണ് സദ്ഗതി ഉണ്ടാകുന്നത്. അജ്ഞാനത്തെ അജ്ഞാനം അല്ലെ രാത്രി ഉണ്ടാക്കുന്നു, രാത്രിയെ നിർമ്മിക്കുന്നു. ജ്ഞാനം പകലിനെ നിർമ്മിക്കുന്നു. ജ്ഞാനത്തിലൂടെ സൃഷ്ടിയുടെ പകലുണ്ടാകും, അജ്ഞാനത്തിലൂടെ സൃഷ്ടിയുടെ രാത്രി ഉണ്ടാകും. കലിയുഗത്തെ രാത്രിയാണ്. ഇൻകോ ഭക്തി മാർഗ കഹാ ജാത്ത ഹൈ. കലിയുഗം രാത്രിയാണ്. കലിയുഗത്തിനെ എന്താ വിളിക്കുന്നത് അല്ലെ, കലിയുഗം സൃഷ്ടിയുടെ രാത്രിയാണ്. അതിനെ ഭക്തി മാർഗം എന്ന് വിളിക്കുന്നു. ശാസ്ത്രസഭ ഭക്തി മാർഗത്തെ, ശാസ്ത്രങ്ങളെല്ലാം ഭക്തി മാർഗത്തിൻ്റെതാണ്. ഉൻസെ കോയി ബാപ്കെ പാസ് പഹുഞ്ചനെ കാ രാസ്ത നഹീ മിലാ. ഒരിക്കലും അല്ലെ ശാസ്ത്രങ്ങളിലൂടെ ബാബയുടെ അടുക്കൽ എത്തിച്ചേരാനുള്ള വഴി ലഭിക്കുന്നില്ല. ബാബ് ആത്തേഹിക്ക് കൽപ്പകൽപ്പം, ബാബ സൃഷ്ടിയിലേക്ക് വരുന്നത് കൽപ്പകൽപ്പമാണ്. ഉൻസെ കോയി ബാപ്സെ ബാപ്കെ പാസ് പഹുഞ്ചനെ കാ രാസ്ത നഹീ മിൽത്താ. അല്ലെ, ഭക്തി മാർഗത്തിലൂടെ പരമാത്മാവാകുന്ന അച്ഛന്റെ അരികിൽ എത്തിച്ചേരാനുള്ള മാർഗം ലഭിക്കുന്നില്ല. ബാബ് ആത്തേഹിക്ക് കൽപ്പകൽപ്പം അല്ലെ, കൽപ്പത്തിൽ ഒരിക്കലാണ് ഭഗവാന്റെ സൃഷ്ടിയിൽ വരുന്നത്. എല്ലാ കൽപ്പത്തിനും വരുന്നത്.
ശിവരാത്രി മനാത്തെ ഹെത്തോ ജരൂർ ഹോ ആത്തെ. ശിവരാത്രി ആഘോഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിവൻ ഈ സൃഷ്ടിയിൽ വരുന്നത് കൊണ്ട് തന്നെയാണ്, വന്ന് തന്നെ ദിവ്യ കർത്തവ്യം ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. ഉൻകോ അപ്പനെ ശരീരം, ശിവബാബയ്ക്ക് എന്താ ഇല്ലാത്തത്? സ്വന്തമായിട്ട് തന്റെ ശരീരം ബ്രഹ്മ വിഷ്ണു ശങ്കർ കോ ഭി ദേവത കാ ജാത. ബ്രഹ്മ വിഷ്ണു ശങ്കരനെയും ദേവത എന്ന് വിളിക്കും. ബ്രഹ്മ ദേവത നമഃ, വിഷ്ണു ദേവത നമഃ, ശിവ പരമാത്മായ നമഃ. ബ്രഹ്മ ദേവത നമഃ, വിഷ്ണു ദേവത നമഃ, ശിവ പരമാത്മായ നമഃ എന്നാണ് പറയുന്നത്. ബ്രഹ്മ ഹേ ഈ സാകാര സ്ഥിതിയിലേക്കാ പെടാം. ബ്രഹ്മാവ് ഈ സാകാര അല്ലെ എന്താണ് സാകാര മനുഷ്യ പരമ്പരയുടെ മുതിർന്ന ആളാണ് അല്ലെ. അതിലെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ് ബ്രഹ്മ. അഭി പ്രാക്ടിക്കൽ മേക്കിംഗ്, ഈ സമയത്ത് പ്രാക്ടിക്കൽ ആയിട്ട് ബ്രഹ്മാവുള്ള സമയമാണ്. ബാബ് അതേ സംഘം യുഗത്തിൽ, ബാബി സൃഷ്ടിയിലേക്ക് വരുന്നത് സംഘം യുഗത്തിനാണ്. അഭി യാദവി ഹെ കൗരവി ഓർ പാണ്ഡവത്തോ ഹെ യോഗ വാലെ ശക്തി സേന. ഇപ്പോൾ യാദവരുമുണ്ട് കൗരവരുമുണ്ട്. പാണ്ഡവരാണെങ്കിൽ യോഗബലമുള്ള ശക്തി സേനകളാണ്. അഭി തും ബच्चे जानते हो शिव बाबा प्रैक्टिकल में ब्रह्मा तन में पधारा അല്ലെ. നിങ്ങളുടെ കുട്ടികൾക്ക് അറിയാം ശിവബാബ പ്രാക്ടിക്കൽ ആയിട്ട് ബ്രഹ്മാവിന്റെ ശരീരത്തിലേക്ക് അവതരിച്ചിരിക്കുകയാണ്. ഉസ് നിരാകാർ ശിവക മന്ദിർ, ആ നിരാകാരിയായ ശിവ ഭഗവാന്റെ ക്ഷേത്രമുണ്ട്. ശിവരാത്രി മനായി ജാതി ഹെ परंतु गवर्नमेंट ने शिव जयंती की छुट्टी भी निकाल दी. ശിവരാത്രി ആഘോഷിക്കുന്നുണ്ട്, പക്ഷെ ഗവൺമെന്റ് ശിവജയന്തിക്ക് അവധിയും നൽകിയിട്ടുണ്ട്. ഓരോക്കി ജയന്തിയ മനാത്തെ ലഭ്യ, മറ്റുള്ളവരുടെ ജയന്തിയും ആഘോഷിക്കുന്നുണ്ട്. ധർമ്മയ്ക്ക് താക്കത്തൊക്കെ നഹി, इसलिए unrighteous, unknowledgeable, uninsolvent when പഠേഹി. ബാബ പറയാണ് ഇപ്പോൾ ധർമ്മത്തിന് ശക്തിയില്ല. എല്ലാ ധർമ്മങ്ങളും ഇവിടെ ഉണ്ടെങ്കിലും ധർമ്മത്തിന് ശക്തി ഇല്ലാത്തത് കാരണം അസത്യവും അജ്ഞാനവും അല്ലെ, അജ്ഞാനം നിറഞ്ഞതായി അസത്യം നിറഞ്ഞതായി പാപ്പരായി മാറും. ധർമ്മയ്ക്ക് താക്കത്തോ ഹേന്ദി, നോ പ്യൂരിറ്റി, നോ പീസ്, നോ പ്രോസ്പെരിറ്റി. ബാബ പറയാണ് ഈ ലോകത്തില് അല്ലെ ധർമ്മവും നശിച്ചിരിക്കുകയാണ്, പിന്നെ ഇവിടെ പവിത്രതയില്ല, ശാന്തിയില്ല, സമ്പത്തില്ല. ऐसे ही भारत में 5,000 वर्ष पहले गोल्डन ജൂബിലി, ഈ ഭാരതത്തിൽ 5000 വർഷങ്ങൾക്ക് മുമ്പ് ഗോൾഡൻ ജൂബിലി ഉണ്ടായിരുന്നു അല്ലെ. അതായത് സത്യയുഗം ഉണ്ടായിരുന്നു, സ്വർഗം ഉണ്ടായിരുന്നു. അപ്പോൾ പ്യൂരിറ്റി ഈസ് പ്രോസ്പെരിറ്റി. അപ്പൊ ഇവിടെ പവിത്രത ഉണ്ടായിരുന്നു അല്ലെ. സത്യയുഗത്തിൽ എന്തുണ്ടായിരുന്നു? പവിത്രത ഉണ്ടായിരുന്നു, ശാന്തി ഉണ്ടായിരുന്നു, സമ്പത്ത് ഉണ്ടായിരുന്നു. तो इसी भारत में 5,000 वर्ष पहले जब गोल्डन जुबली थी तो प्यूरिटी इज प्रोस्पेरिटी. कभी अकाल मृत्यु नहीं होता था. अकाल मृत्यु ഒന്നും ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. भारत जैसा ऊंच संपत्तिवान और कोई नहीं हो सकता. ഭാരതത്തെ പോലെ ഉയർന്ന സമ്പത്ത് നിറഞ്ഞ രാജ്യം മറ്റ് ഒരു രാജ്യവും അങ്ങനെ ആയിരുന്നില്ല. ഭാരതം അത്രയും ഉയർന്നതും സമ്പന്നവുമായിരുന്നു. ഭാരത ഖണ്ഡഹേ സബ്സെ ഊഞ്ച്, ഭാരത ഖണ്ഡമാണ് ഏറ്റവും ഉയർന്നത്. ഉनकी हिस्ट्री भी बनी हुई, ഭാരതത്തിന്റെ ഹിസ്റ്ററിയും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പാവൻ ഭി യേ ഭാരത് തോ പതിത് ഭി യേ ഭാരത്. പാവനമാകുന്നത് ഈ ഭാരതമാണ്, പതിതമാകുന്നതും ഭാരതമാണ്. ആദി സനാതൻ ദേവി ദേവത ധർമ്മ വാലിക്ക് ചക്രം ലഗാക്കർ ശൂദ്രവർണ്ണ में आई. ആദി സനാതന ദേവി ദേവത ധർമ്മത്തിൽപ്പെട്ടവരാണ് ചക്രത്തെ ചുറ്റിക്കറങ്ങി ശൂദ്രവർണ്ണത്തിലേക്ക് വരുന്നത്. फिर ശൂദ്രവർണ്ണ से अब ബ്രാഹ്മൺ വർണ്ണ में आई. ശൂദ്രവർണ്ണത്തിൽ നിന്ന് നമ്മൾ ബ്രാഹ്മണ വർണ്ണത്തിലേക്ക് വന്നിരിക്കുകയാണ്. ദേവതാവും സേവി ബ്രാഹ്മൺ വർണ്ണ ഊഞ്ച് ചോട്ടി വർണ്ണ അല്ലെ. ദേവതകളെക്കാളും ബ്രാഹ്മണ വർണ്ണമാണ് ഉയർന്നത്. ഭഗവാന്റെ കുടുമയായിട്ടാണ് ബ്രാഹ്മണ വർണ്ണത്തെ കാണിക്കുന്നത്. വിരാട പുരുഷനില് അല്ലെ, ഭഗവാന്റെ വിരാട പുരുഷനെ ചിത്രീകരിക്കുമ്പോൾ അല്ലെ ഭഗവാന്റെ കുടുംബ ബ്രാഹ്മണനും മുഖം ദേവതയും കൈകൾ ക്ഷത്രിയനും വയറ് വൈശ്യനും അല്ലെ പാദം ശൂദ്രനുമായിട്ട് ചിത്രീകരിച്ചു. സത്യുഗി ദേവതാവുക്ക് ജോ മഹിമ ഹെ വോ ബാപ്യ മഹിമ സെ അലഗ്. സത്യുഗത്തിലെ ദേവതകളുടെ മഹിമ ബാബയുടെ മഹിമയുമായിട്ട് വളരെ വ്യത്യസ്തമാണ്. ബാബോ कहता है ज्ञान सागर, आनंद का सागर. फिर देवताओं को कहेंगे सर्वगुण संपन्न.
ബാബയെ കുറിച്ച് പറയും ജ്ഞാനസാഗരൻ, ആനന്ദസാഗരൻ. ദേവതകളെ കുറിച്ച് പറയും സർവഗുണ സമ്പന്നൻ. വികാർക്കി ബാക്കി, അവിടെ വികാരങ്ങളുടെ കാര്യമില്ല. ദേവീ ദേവതകൾ സർവഗുണ സമ്പന്നരാണ്, സമ്പൂർണ്ണ നിർവികാരിയാണ്, 16 കല സമ്പൂർണരാണ്, മര്യാദ പുരുഷോത്തമരാണ്, ഡബിൾ അഹിംസകരാണ്. അവിടെ കലഹങ്ങളില്ല, പരസ്പരം ആരും ആർക്കും ദുഃഖം കൊടുക്കില്ല, അല്ലെ? പരസ്പരം കലഹിക്കില്ല, പരസ്പരം വേദനിപ്പിക്കില്ല, അല്ലെ? പിന്നെന്താണ് അവിടെ വികാരങ്ങൾ? ബാബ പറയുന്ന പഞ്ചവികാരങ്ങളില്ല. അവിടെ ആരും വികാരത്തിന് അടിക്കാത്തതില്ല. അല്ലെ? ദേവി ദേവതകൾ സമ്പൂർണ്ണ നിർവികാരികളാണ്, സർവഗുണ സമ്പന്നരാണ്. ശാസ്ത്രമേഖല ബോബ്ഡെ ലഗാതി, ശാസ്ത്രങ്ങളില് നിറയെ കെട്ടുകഥകൾ എഴുതി വെച്ചിട്ടുണ്ട്. മനുഷ്യ സൃഷ്ടിയാണ്. മനുഷ്യൻ ദേവതകളെയും വികാര ജീവികളായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്, അല്ലെ? ദേവതകളും ഭയങ്കര അഹങ്കാരമുള്ളവരായിട്ടും അല്ലെങ്കിൽ ക്രോധമുള്ളവരായിട്ടും അങ്ങനെയൊക്കെ ചിത്രീകരിച്ചിരിക്കുകയാണ്. അപ്പോ ബാബ പറയാണ് ശരിക്കും, അല്ലെ, മനുഷ്യ സൃഷ്ടിയല്ലേ, മനുഷ്യനാണത് എഴുതുന്നത്. അപ്പൊ മനുഷ്യൻ എപ്പോഴും മനുഷ്യനെ പോലെ തന്നെയാണ് ദേവതകൾ എന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് അവര് മനുഷ്യനെ പോലെയുള്ള ചാബല്യങ്ങളെല്ലാം ദേവതകൾക്കും ഉണ്ടെന്ന് ചിത്രീകരിക്കുന്നത്. കൃഷ്ണപുരിമേ ബി കൻസ് രാവൺ ആദിത്യ. കൃഷ്ണപുരിയില് കംസനും രാവണനും എല്ലാം ഉണ്ടായിരുന്നു. വാസ്തവമേ ഈ സമയം കംസപുരി, വാസ്തവത്തിൽ ഈ സമയം കംസപുരിയാണ്. പേര് സത്യയുഗേ ഹോഗേ കൃഷ്ണപുരി, പിന്നെ സത്യയുഗത്തില് കൃഷ്ണപുരിയായിരിക്കും. ഏക സംഘം ശ്രീയെ ഉन्होंने कंस जरासंध രാവൺ ആദിക്കോ സത്യകി ദേവതാओं से मिला दी. ബാബ പറയണ സത്യയുഗം കൃഷ്ണപുരിയാണ്, ഇത് സംഗമയുഗമാണ്. സംഗമയുഗം എന്ന് പറഞ്ഞാൽ നരകത്തിന് സ്വർഗത്തിന് ഇടയ്ക്കുള്ള സമയം. അതുകൊണ്ട് ആയിരിക്കാം ഒരുപക്ഷെ അവര് കംസനെയും ജരാസന്ധനെയും രാവണനെയും ഒക്കെ സത്യത്തിലെ ദേവി ദേവതകളോട് ചേർത്തു. അതായത് ദേവന്മാരുണ്ടെങ്കിൽ അസുരന്മാരും ഉണ്ട്. ദേവന്മാരും അസുരന്മാരും ഒരിക്കലും ഒരുമിച്ചുണ്ടാവില്ല. പക്ഷെ അവര് ദേവന്മാരെ അസുരന്മാരെ ഒരുമിച്ച് കലർത്തി കാണിച്ചിരിക്കുകയാണ്. ആശ്രീയ രാവണ സമ്പ്രദായം. ബാബ പറയാൻ ഇത് ആശ്രീയ രാവണ സമ്പ്രദായമാണ്. അഭിതം ഈശ്വരീയ സമ്പ്രദായക്ക് വരും. ഈ സമയത്ത് നമ്മൾ കുട്ടികള് ഈശ്വരീയ സമ്പ്രദായത്തിൽപ്പെട്ടവരാണ്. ഈശ്വർ ഗോതുമേ ആക്കർ പവിത്രബൻ 21 ജന്മം കെലിയെ ദേവി ജാതി. ഈശ്വരന്റെ മടിത്തട്ടിലേക്ക് വന്നിട്ട് പവിത്രമായി 21 ജന്മങ്ങളിലേക്ക് വേണ്ടി നമ്മൾ ദേവതകളുടെ മടിത്തട്ടിലേക്ക്, ദേവതകളുടെ കുഞ്ഞുങ്ങളായിട്ട് ജന്മിക്കുകയാണ്. 8 ജനം ദേവി ഗോതുപേർ, 12 ജനം ക്ഷത്രിയ. 8 ജന്മം നമ്മൾ സത്യയുഗത്തിലെ ദേവതകളുടെ കുട്ടികളായിട്ടും 12 ജന്മം നമ്മൾ ക്ഷത്രിയരുടെ കുട്ടികളായിട്ടും ജീവിച്ചു. ത്രേതായുഗം. ഭാരത് में ही गाया हुआ है कि कन्या जो 21 कुल का उद्धार करे. ഭാരതത്തിലാണ് ഈ മഹിമ പാടുന്നത്. ഒരു കന്യകയ്ക്ക് 21 കുലത്തിനെ ഉയർത്തുവാൻ സാധിക്കും. തുമ്ഹി കുമാരിയ, ആ കുമാരിമാർ നിങ്ങളാണ്. അഭി തുമ്ഹോ ഈശ്വരീയ കുലക്കെ, നിങ്ങൾ ഈശ്വരീയ കുലത്തിൽപ്പെട്ടവരാണ്. ദാദാ ഹേ ശിവബാബ, നമ്മുടെ ദാദാ മുത്തച്ഛനാരാണ്? ശിവബാബ. അച്ഛനാരാണ്? ബ്രഹ്മബാബ. തുമ്ഹോ ബ്രഹ്മകുമാർ കുമാരി, കുട്ടികളാരാണ്? ബ്രഹ്മകുമാർ കുമാരികളാണ്. ബർസ ഉസ് ദേഹത്തിന്റെ ഭാഗത്ത് സ്വത്ത് ലഭിക്കുന്നത് നമ്മുടെ പരിധികളില്ലാത്ത അച്ഛന്റെ അടുത്ത്. ദേനേവാല ഭോഗി, നമുക്ക് നൽകുന്നത് ഒരേ ബാബയാണ്. വോ നിരാകാർ ഹേ, ബാബ നിരാകാരിയാണ്. വോ രാജയോഗം कैसे सिखलावे, ബാബയ്ക്ക് എങ്ങനെയാണ് രാജയോഗം പഠിപ്പിക്കാൻ സാധിക്കുന്നത്? നരസെ നാരായൺ ബനാനെ के लिए जरूर साकार ശരീരം चाहिए. നരനെ നാരായണാക്കി മാറ്റുവാൻ വേണ്ടി തീർച്ചയായിട്ടും ഒരു സാധാരണ ശരീരം ആവശ്യമാണ്. ഈ പതിത്ത് തന്നെ അദ്ദേഹം 84 ജന്മം. ബാബ പതിതമായിട്ടുള്ള ശരീരത്തിലാണ് വരുന്നത്. ആരാണോ 84 ജന്മങ്ങൾ എടുത്തത്, ആളുടെ ശരീരത്തിലാണ് ശിവബാബ വരുന്നത്. അല്ലെ? ബ്രഹ്മബാബയുടെ ആത്മാവ് 84 ജന്മങ്ങൾ എടുത്തു. ബഡത്തെ ബഡ യൂണിവേഴ്സിറ്റി. ബാബ പറയാണ് ഈ വിശ്വവിദ്യാലയം ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ്. സ്വയം ഗോഡ് ബൈ രാജയോഗ സിദ്ധാർത്ഥി. ഇവിടെയാണ് സ്വയം ഭഗവാൻ വന്നിട്ട് രാജയോഗം പഠിപ്പിക്കുന്നത്. രാജാവൊക്കെ രാജാവാണ്. ഇതിനെ പഠിപ്പിക്കുന്നത് രാജാക്കന്മാരുടെ രാജാവാക്കി മാറ്റി. ഗീതക്കാർ രചിത കൃഷ്ണനെ. ഗീത രചിച്ചത് ഒരിക്കലും കൃഷ്ണനല്ല, ഗീത പറഞ്ഞത് പരമാത്മാവാണ്. അല്ലെ? ഗീതയുടെ രചയിതാവ് കൃഷ്ണനല്ല. ഗീത മാതാവിനെ കൃഷ്ണക്കോ ജന്മം. ഗീതയാകുന്ന മാതാവാണ് കൃഷ്ണന് ജന്മം കൊടുത്തത്. ഗീത കേട്ടിട്ടാണ് കൃഷ്ണൻ ജന്മം എടുത്തത്. പരമാത്മാവ് വന്ന് ഈ സംഗമയത്തിൽ നിൽക്കുന്ന ഗീതാ ജ്ഞാനത്തിലൂടെയാണ്, അല്ലേ,
കൃഷ്ണൻ ജന്മമെടുക്കുന്നത്. ബാബ നമ്മളെ രാജയോഗം പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, ഗീത പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. രാജാവും രാജാവ്, രാജാക്കന്മാരുടെ രാജാവാണ്. ദേവതാ ബനെ ഉനോക്കോ ജനം മില ശിവബാബ. ദേവതകളായിരുന്ന സത്യയുഗം ത്രേതായുഗത്തിലെ ദേവതകൾക്കെല്ലാം ഈ സംഗമയുഗത്തിലെ ശിവബാബയിൽ നിന്ന് ബ്രാഹ്മണ ജന്മം ലഭിക്കും. ക്രിസ്ത്യൻകോ ജനം മിലാകെ ബൈബിൾ സേ ക്രൈസ്റ്റ് ദ്വാര. ക്രിസ്ത്യൻസിന് ജന്മം ലഭിച്ചിരിക്കുന്നത് ബൈബിളിലൂടെയാണ്, അല്ലെ, ക്രൈസ്റ്റിലൂടെയാണ്. ബ്രാഹ്മണസേ ദേവത കിസ്നെ ബനായ. നിങ്ങൾ കുട്ടികളെയും ബ്രാഹ്മണനിൽ നിന്ന് ദേവതയാക്കി മാറ്റിയത് ആരാണ്? ശിവബാബനെ ഇസ് ബ്രഹ്മമുഖ. ശിവബാബ ബ്രഹ്മമുഖത്തിലൂടെയാണ് കുട്ടികളെ ദേവതകളാക്കി മാറ്റിയത്. ബ്രാഹ്മണനിൽ നിന്ന് ദേവതയാക്കി മാറ്റുന്നത്. ബാബ പറയാണ്, ഇത് നമ്മൾ കുട്ടികളുടെ പരിധികൾ ഇല്ലാത്ത സന്യാസമാണ്. ലോകത്തിലുള്ള പരിധിയുള്ള രജോഗുണിയായ സന്യാസം അത് നിവർത്തി മാർഗത്തിന്റെ സന്യാസമാണ്. തുമ്പോ വൈരാഗ്യ ആയാഹേ അല്ലെ, ബാബ പറയാണ്, ഇവിടെ നമ്മള് അല്ലെ അവര് പരിധിയുള്ള സന്യാസിയാണ്, നമ്മൾ പരിധികൾ ഇല്ലാത്ത സന്യാസിയാണ്. കാരണം നമ്മൾ ഈ പഴയ ലോകത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ചു. എന്തുകൊണ്ടാണ്? ഈ പഴയ ലോകത്തിലെ ഒന്നിനോടും ആകർഷണമില്ലാത്തവരായിട്ട് നമ്മൾ മാറുകയാണ്. എല്ലാം നമുക്കൂടെ ഉപയോഗിക്കാം, എല്ലാം നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ പഴയ ലോകത്തിലെ ഒന്നിനും ഭ്രമിക്കരുത്, ഒന്നിനും അടിമയായിരിക്കരുത്, ഒന്നിനോടും നമ്മൾ ആകൃഷ്ടരാകരുത്, ഒന്നിനും നമുക്ക് ആസക്തി ഉണ്ടാകരുത്. അതാണ് ബാബ നമ്മൾ പഠിക്കുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ ഇതിൽ നിന്നും എന്താണ് ഡിറ്റാച്ച്ഡ് ആയി. എത്ര നമ്മൾ ഉപയോഗിക്കുന്നോ അത്രയും തന്നെ നമ്മൾ ഡിറ്റാച്ച്ഡ് ആയി. കാരണം അല്ലെ, ഫാൻ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാണ്, കാരണം ഇപ്പൊ ഭയങ്കര ചൂടാണ്. ഇനി ഫാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ടത്. ഫാൻ ഇല്ലെങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷം. അതായത് ഫാൻ ഇല്ലെങ്കിൽ നമ്മുടെ സന്തോഷം കുറയുന്നില്ല. കാരണം നമ്മുടെ സന്തോഷം അല്ലെ, നമ്മളിലെ ഗുണങ്ങൾ ഒരിക്കലും നമ്മുടെ ചുറ്റുമുള്ള ഭൗതികമായ വസ്തുക്കളുടെയോ വൈഭവങ്ങളുടെയോ ആധാരത്തിലായിരിക്കും. അല്ലെ, ഈ ഭൗതികതയുടെ ആധാരത്തിൽ, ഭൗതികമായ ലോകത്തിന്റെ ആധാരത്തിലായിരിക്കും നമ്മുടെ സന്തോഷം. നമ്മുടെ സന്തോഷത്തിന്റെ അടിസ്ഥാനം എന്താണ്? നമ്മൾ എപ്പോഴും ഹാപ്പിയാണ്. കാരണം അല്ലെ, നമ്മള് ബാബ നമ്മുടേതാണ്, ബാബ നമ്മുടെ സ്വന്തത്തിൽ സ്വന്തം, നമുക്കെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന ബാബ, നമുക്ക് എപ്പോഴും തുണയായിട്ടുള്ള ബാബ, നമ്മുടെ ഹൃദയത്തിന്റെ ആശ്രയമായിരിക്കുന്ന ഭഗവാൻ അല്ലെ, ആ ഭഗവാന്റെ കുട്ടികളാണ്. ഭഗവാൻ നമ്മളെ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്, വളർത്തിക്കൊണ്ടിരിക്കുകയാണ്, ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പാലനയ്ക്കുള്ളിലാണ് നമ്മളുള്ളത്, ആ അച്ഛന്റെ കൈകളിലാണ് നമ്മളുള്ളത്. അതാണ് നമ്മുടെ സന്തോഷം, ഏറ്റവും വലിയ സന്തോഷം അല്ലെ. ബാക്കി നമുക്ക് എന്തുണ്ട് എന്തില്ല, അല്ലെ ഭൗതികമായ ലോകത്തിന്റെ സമൃദ്ധികളോ ഒന്നുമല്ല നമ്മുടെ സന്തോഷം. ഭൗതികമായ ലോകത്തിലെ വസ്തുക്കളോ വൈഭവങ്ങളോ വ്യക്തികളോ ഒന്നുമല്ല നമ്മുടെ സന്തോഷം. അതെല്ലാം ഉണ്ട് എന്നുള്ളതല്ല നമ്മുടെ സന്തോഷം അല്ലെ. ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മൾ ഈശ്വരന്റെ കുട്ടിയാണ്, ഈശ്വരൻ നമുക്ക് സ്വന്തത്തിന്റെ സ്വന്തമാണ്. അതാണ് നമ്മുടെ സന്തോഷം. കാരണം ഈശ്വരനുള്ളിടത്ത് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടെങ്കിലും ഈശ്വരൻ ഇല്ലെങ്കിൽ അവിടെ ഉള്ളതൊന്നും നമുക്ക് പ്രയോജനപ്രദമാകും. അതുകൊണ്ട് അല്ലെ, നമ്മുടെ സന്തോഷത്തിന്റെ അടിസ്ഥാനം ഭഗവാനായിരിക്കും അല്ലെ, നമ്മുടെ ആത്മീയ അച്ഛനായിരിക്കണം. ബാക്കി ഭൗതികമായ നിലനിൽപ്പില്ലാത്ത ശാശ്വതമല്ലാത്ത ഈ ലോകത്തിലെ ഒന്നും നമ്മുടെ ജീവിതത്തിന്റെ ആധാരമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള അപ്പൊ അതുകൊണ്ടാണ് ബാബ പറയുന്നത്, ഈ പഴയ ലോകത്തോട് നിങ്ങൾ ഭ്രമിക്കരുത്, ഇതിൽ നിങ്ങൾ ആസക്തിയുള്ളവരെ ആകരുത് അല്ലെ, ഇതിനോട് നിങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ പുലർത്തുന്നവരെ ആകരുത് അല്ലെ. കാരണം അങ്ങനെ നമ്മൾ അതിന്റെ പുറകെ പോകുമ്പോൾ നമുക്ക് ദുഃഖം കിട്ടും. കാരണം ഇത് പഴയ ലോകമാണ്, രാവണന്റെ രാജ്യമാണ്. ഇവിടെ നിന്ന് നമുക്ക് ഉറപ്പായിട്ട് എന്തേ കിട്ടുള്ളൂ? ദുഃഖം മാത്രമേ കിട്ടൂ. അപ്പൊ അതിന്റെ പുറകെ എത്ര സഞ്ചരിക്കുന്നോ നമുക്ക് ദുഃഖം കിട്ടും. ഭഗവാന്റെ പുറകെ എത്ര സഞ്ചരിക്കുന്നോ നമുക്ക് പരമാനന്ദം കിട്ടും, ഇത്രയും സന്തോഷം കിട്ടും. അപ്പൊ ബാബ പറഞ്ഞത് അപ്പൊ നമ്മള് ബ്രഹ്മകുമാർ കുമാരികളാണ്. ആ സന്യാസത്തെ കുറിച്ചാണ് പറഞ്ഞത്.
അത് നിവൃത്തി മാർഗത്തിന്റെ സന്യാസമാണ്. നമ്മൾ കുട്ടികൾക്ക് വൈരാഗ്യം എന്താണ്? ഈ രാവണ രാജ്യത്തോടാണ് നമ്മുടെ വൈരാഗ്യം, പഴയ ലോകത്തോടാണ് നമ്മുടെ വൈരാഗ്യം. നമുക്കറിയാം ഇതെല്ലാം സമാപ്തമാകാം. സ്വർഗക്കാർ ചെയ്ത ബാപ്പോ യാത് കരി. നമുക്ക് എന്തുകൊണ്ട് സ്വർഗത്തിന്റെ രചയിതാവായ അച്ഛനെ ഓർമ്മിച്ചുകൂടാ? അല്ലെ, ഈ പഴയ ലോകത്തിലെല്ലാം നശിക്കാൻ പോകുന്നതാണ്. ഇവിടെ ബാബ പറയാണ്, ചില കുട്ടികളെ നിങ്ങൾ വളരെ ജന്മങ്ങൾക്ക് ശേഷം, അല്ലെ, വളരെ ജന്മങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ബാബയുമായിട്ട് കണ്ടുമുട്ടിയത്. തുമ്നെ 84 ജനം പുരേരി, അല്ലെ, നമ്മള് 84 ജന്മം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ദേവതാ വർണ്ണിച്ചാണ്. ഇപ്പോൾ നമുക്ക് ദേവതാ വർണ്ണത്തിലേക്ക് പോകണം. ഇസ്മേ പറകേജിക്ക് പോകത്തിരി അശുദ്ധ ജീസ് ഖാനാസക്കി. ഇവിടെ നമുക്ക് പഥ്യമുണ്ട്, അശുദ്ധമായ വസ്തുക്കൾ നമ്മൾ കഴിക്കരുത്. ബാബ പറയാണ്, ഞാൻ ഈ സംഗമത്തിൽ വരുന്നത് തന്നെ അല്ലെ മലമൂത്ര വിസർജനം ചെയ്ത വസ്ത്രങ്ങളെ കഴുകി വൃത്തിയാക്കാനാണ്. ഇവിടെ ഓരോ മനുഷ്യരും അത്രമാത്രം ദുർഗുണങ്ങൾക്ക് അടിമപ്പെട്ട് മലമൂത്ര വിസർജനം ചെയ്ത വസ്ത്രങ്ങൾക്ക് സമാനമായി. അങ്ങനെയുള്ള വസ്ത്രങ്ങൾക്ക് നമ്മളോട് അത് കഴുകാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, ഭയങ്കര അറപ്പും വെറുപ്പും തോന്നി. ബാബ പറയുന്നത് അത്രയും അറപ്പുളവാക്കുന്ന സംസ്കാരത്തിന് ഉടമയായിട്ട് മാറിയിരിക്കുകയാണ് ഇവിടെ മനുഷ്യർ. അല്ലെ, ബാബ അങ്ങനെയുള്ള ആത്മാക്കളെയാണ് പാവനമാക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ മൗത്ത് സമയ കടാഹി, ഈ സമയത്ത് മരണം തൊട്ടുമുന്നിലാണ്. അല്ലെ, നമ്മുടെ ഗുരുനാനാക്കാണ് ഇങ്ങനെ പറയുന്നത്, മലമൂത്ര വിസർജനം ചെയ്ത വസ്ത്രങ്ങളെ കഴുകി വൃത്തിയാക്കാൻ ഡ്യൂട്ടിയായി ഭഗവാൻ വരും എന്ന് ഗുരുനാനാക്കാണ് പറയുന്നത്. യാദവ് കൗരവ് ഓർ പാണ്ഡവ് സ്ഥിര പാണ്ഡവ് പതിക്ക്. യാദവരുണ്ട്, കൗരവരുണ്ട്, പാണ്ഡവരുണ്ട്. തീർച്ചയായിട്ടും പാണ്ഡവ പതിയായ ഭഗവാനുണ്ട്. പാണ്ഡവ പതി പിത പരമാത്മാക്കോ കരുതി. പാണ്ഡവ പതി, പാണ്ഡവ പിത എന്ന് വിളിക്കുന്നത് പരമാത്മാവിനെയാണ്. യാദവ് യൂറോപ്വാസി തോ അപ്നെ ഹി കുൽ കാ നാശ് കർത്തെ. അല്ലെ, ബാബ പറയാണ് യാദവര് യൂറോപ്വാസികളാണ്. അല്ലെ, അപ്പൊ ബാബ പറയാണ് തന്റെ കുലത്തിന്റെ തന്നെ നാശം വരുത്തിയിരിക്കും. ഭാരതത്തിലെ പാണ്ഡവ് കൗരവ് ജിൻകേരെ കരുത്തെ അസുർ. ഭാരതത്തിലാണ് പാണ്ഡവരും കൗരവരും. അല്ലെ, ജിൻകേരെ കരുത്തെ അസുറും ദേവതാവും യുദ്ധം ചെയ്യും. പാണ്ഡവരുടെയും കൗരവരുടെയും യുദ്ധം തന്നെയാണ് അസുരന്മാരുടെയും ദേവതകളുടെയും യുദ്ധം എന്നൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. അഭിതോ ദേവത നീക്കി കൊമ്പനാക്കി. നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ ദേവതകളല്ല, നിങ്ങൾക്ക് ദേവതകളാകണം. ശ്രീമത്സേക്കും സ്വർഗീയമായി ബന്ധിക്കും. ബാബയുടെ ശ്രീമത്തിലൂടെ നടന്നാണ് കുട്ടികൾ സ്വർഗത്തിലെ ദേവതകളാകുന്നത്, സ്വർഗത്തിലെ അധികാരിയാകുന്നത്. ബാക്കി സബ്കി ഹേ ആസുരി രാമരാജ്. ബാക്കി എല്ലാവരുടെയും ഇത് ആസുരീയ രാമരാജ്യമാണ്. ആദകൽപ്പ് രാവണിക്ക് മച്ചൽത്തി. അരക്കൽപ്പകാലം രാവണന്റെ വഴിയാണ്. അഭിതോ സാരി തുല്യ തമോപ്രധാനം. ഇപ്പോൾ മുഴുവൻ ലോകവും തമോപ്രധാനം. ഏകെ രുദ്രജ്ഞാനിയിലേക്ക് ജഹാം ബാപ്പായിട്ട് രാജ്യം. ഇത് രുദ്രജ്ഞാന യജ്ഞമാണ്. ഇവിടെ ബാബ വന്നിട്ട് രാജയോഗം പഠിപ്പിക്കാൻ. ജബ് രാജായി സ്ഥാപനം ജാതിക്ക് വിനാശ പ്രചരിപ്പിക്കും. എപ്പോഴാണോ ഇവിടെ രാജധാനിയുടെ സ്ഥാപനം നടക്കുന്നത്, അപ്പോൾ വിനാശജ്വാല പ്രചരിതമാകും. ജ്ഞാൻ പ്രായവും ജാതാഹി. ഈ ജ്ഞാനം മറഞ്ഞു പോകും. फिर ड्रामा अनुसार जो भी शास्त्र है भक्ति मार्ग के वही निकले. അല്ലെ, പിന്നെ ഡ്രാമ അനുസരിച്ച് ഏതെല്ലാം ശാസ്ത്രങ്ങളുണ്ടോ ഭക്തി മാർഗത്തിന്റെ, അതൊക്കെ ഇവിടെ ഉണ്ടാകും. സന്യാസിയൊക്കെ ഫോളോവേഴ്സ് പോകുന്നുണ്ട്. സന്യാസിമാർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാകും. സഭി പാപ് ധോനെ ഗംഗാപ്പർ ജാതി. പാപം കഴുകിക്കളയാൻ വേണ്ടി സന്യാസിമാരുടെ ഫോളോവേഴ്സ് ഗംഗയിലേക്ക് പോകാൻ. അപ്പൊ ഗംഗാ നദി തോ ഇസ്കോ പാവൻ സത്തി. ഗംഗാ നദിക്ക് ആരെയും പാവനമാക്കാൻ കഴിയില്ല. പോത്തോ പാനിക്ക് സാഗരത്തെ നിൽക്കുകയും വെള്ളത്തിന്റെ സാഗരത്തിൽ നിന്നും ഉണ്ടായതാണ് ഗംഗാ നദി. ജ്ഞാന ഗംഗായെ തുമുക്കൂ. നിങ്ങളാണ് ജ്ഞാന ഗംഗകൾ. ജോ ജ്ഞാനിക്ക് സാഗരത്തെ നിൽക്കൂ. ജ്ഞാനസാഗരത്തിൽ നിന്ന് ഉത്ഭവിച്ച ജ്ഞാന ഗംഗകൾ കുട്ടികളാണ്. ബാക്കി ഗംഗ കൊയ് പതിത പാവനി കൊട്ടില്ലേ. ഗംഗ എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ പതിത പാവനിയല്ല. ബച്ചോക്കോ ഫിർസെ ഭക്തി കാ ഫൽ വേഗത വർഷ തന്നെ ആയ. കുട്ടികൾക്ക് ഭക്തിയുടെ ഫലമായ പരിധികളില്ലാത്ത സുഖം നൽകുവാൻ, പരിധികളില്ലാത്ത സുഖത്തിന്റെ സ്വത്ത് നൽകുവാൻ ബാബ വന്നിരിക്കുകയാണ്.
तो जो बाप से आकर पढ़ेंगे वही स्वर्ग में जाएंगे. ആരാണോ അച്ഛന്റെ അടുക്കൽ നിന്ന് പഠിക്കുന്ന കുട്ടികള് അവരായിരിക്കും സ്വർഗത്തിലേക്ക് പോകുന്നത്. तो सब अपने अपने सेक्शन में चले जाएंगे. എല്ലാവരും സത്യത്തിലെ പരന്താമത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടെ സെക്ഷനിൽ പോകും. इस ड्रामा का चक्र പറയാണ് ये ड्रामा के चक्र को भी समझना. ഈ ഡ്രാമയുടെ ചക്രത്തെ കുട്ടികൾ മനസ്സിലാക്കും. चक्र को जानने से तुम चक्रवर्ती राजा बन. ചക്രത്തെ അറിയുന്നതിലൂടെ നമ്മൾ കുട്ടികൾക്ക് ചക്രവർത്തി രാജാവാകാൻ കഴിയും. ഗവൺമെന്റിനെ भी ചക്രം കിട്ടാല. ഗവൺമെന്റും അല്ലെ ചക്രം കാണിച്ചിട്ടുണ്ട്. സ്ത്രീ ഷേർ ദിക്കാക്കർ നീച്ചെ അത് ആദ്യം 3 സിംഹത്തെ കാണിച്ചു. 3 സിംഹത്തിന്റെ നടുക്ക് എന്താണ് ചക്രം കാണിച്ചു. താഴെ എഴുതിയിരിക്കുന്നു സത്യമേവ ജയത്തെ. अब शिव बाबा तुम सब पार्वतियों को आकर अमृतता सुनाए. ഇപ്പോൾ ശിവബാബ വന്നിട്ട് നമ്മളെല്ലാ പാർവതികൾക്കും അല്ലെ നമ്മളെല്ലാ പാർവതികൾക്കും നമ്മളെല്ലാവരും ആരാണ്? പാർവതിയാണ്. ആഗ്രഹിച്ചത് പാർവതിയാണ്. നമ്മളെല്ലാ ആത്മാക്കളും പാർവതിയാണ് അല്ലെ ഭായി? ശിവബാബയുടെ പാർവതിയാണ്, ശിവബാബയുടെ പ്രിയതമയാണ്. അപ്പോ ബാബ വന്നിട്ട് നമ്മളെല്ലാ പാർവതികൾക്കും അമരകഥ കേൾപ്പിച്ചു തരാം. അമർപുരിക്ക മാലികന്. എന്തിനാണ് അമരകഥ കേൾപ്പിച്ചിരുന്നത്? അമരപുരിയുടെ അധികാരികളെ മാറ്റും. ഇസ്കോ സത്യനാരായണ की കഥ അമർ കഥ കഹാ ജാता है. ഇതിനെയാണ് സത്യനാരായണന്റെ കഥ അമരകഥ എന്ന് വിളിക്കുന്നത്. ये कथा एक ही बार सुनकर तुम स्वर्ग के मालिक बनते. ഈ കഥ കൽപ്പത്തിൽ ഒരിക്കൽ മാത്രം കേട്ടിട്ട് നമ്മൾ ആരായിട്ട് മാറുന്നു? അല്ലേ? സ്വർഗത്തിന്റെ അധികാരി. ബാക്കി സഭയെ തന്നിട്ട് ബാക്കിയുള്ളതെല്ലാം കെട്ടുകഥകളാണ്. अच्छा माता पिता बाप दादा का याद प्यार और धारणा के लिए फर्स्ट पॉइंट देवता वर्ण में जाने के लिए गौजल भी बहुत परहेज है. ദേവതാ വർണ്ണത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ആഹാരത്തിന്റെ വളരെയധികം പഥ്യം പുലർത്തും. कोई भी अशुद्ध चीज नहीं खाना. അശുദ്ധമായ ഒന്നും കഴിക്കരുത്. इस पुरानी चीची दुनिया जो कि अब खत्म होने वाली. ഈ പഴയ ചീത്ത ലോകം ഇത് നശിക്കാൻ പോകുക. इससे बेहद का वैराग्य रखकर स्वर्ग के रचयिता बाप को याद कर. ഈ പഴയ ലോകത്തോട് പരിധികളില്ലാത്ത വൈരാഗ്യം പുലർത്തി, വിവേകപൂർണമായ വൈരാഗ്യം പുലർത്തി സ്വർഗത്തിന്റെ രചയിതാവായ അച്ഛനെ ഓർമ്മിക്കാനും अपनी शक्तियों और गुणों द्वारा दुर्बल को बलवान बनाने वाले श्रेष्ठ दानी व सहयोगी भव. തന്റെ ശക്തികളിലൂടെ ഗുണങ്ങളിലൂടെ ദുർബലരായവരെ ബലവാനാക്കി മാറ്റുന്ന ശ്രേഷ്ഠ ദാനിയും സഹയോഗിയുമായി ഭവിക്കും. श्रेष्ठ स्थिति वाले सबूत बच्चों की सर्व शक्तियां सर्व गुण समय प्रमाण सदा सहयोगी रहते हैं. ശ്രേഷ്ഠ സ്ഥിതിയുള്ള സൽപുത്രരായ കുട്ടികൾക്ക് സർവശക്തികളും സർവഗുണങ്ങളും സംയോജിതമായിട്ട് സദാ അവരുടെ സഹയോഗിയാകും. ശ്രേഷ്ഠ സ്ഥിതിയുള്ള സൽപുത്രരായിട്ടുള്ള കുട്ടികൾക്ക് സർവശക്തികളും സർവഗുണങ്ങളും സംയോജിതമായിട്ട് അവരുടെ സദാ സഹയോഗിയായിരിക്കും. उनकी सेवा का विशेष स्वरूप है बाप द्वारा प्राप्त गुणों और शक्तियों का अज्ञानी आत्माओं का धन. അല്ലെ? ബാബ പറയാണ് അവരുടെ സേവനത്തിന്റെ വിശേഷ സ്വരൂപം എന്ന് പറയുന്നത് ബാബയിലൂടെ പ്രാപ്തമായിരിക്കുന്ന ഗുണങ്ങളുടെയും ശക്തികളുടെയും അല്ലെ ആ ബാബയിലൂടെ പ്രാപ്തമായിരിക്കുന്ന ഗുണങ്ങളുടെയും ആ ശക്തികളുടെയും ദാനം അജ്ഞാനി ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ദാനം ചെയ്തു. അതാണ് സേവനത്തിന്റെ വിശേഷ സ്വരൂപം. അല്ലെ? ബ്രാഹ്മണ ആത്മാക്കൾക്ക് സഹയോഗം നൽകണം, അജ്ഞാനി ആത്മാക്കൾക്ക് ദാനം നൽകണം. ദുർബലർക്ക് ശക്തിവാൻ ബനാൻ. ദുർബലരായിരിക്കുന്നവരെ ശക്തിശാലിയാക്കി മാറ്റണം. ഇത് ശ്രേഷ്ഠ ദാനമാണ്, ശ്രേഷ്ഠ സഹയോഗമാണ്. जैसे वाणी द्वारा मनसा द्वारा सेवा करते हो ऐसे प्राप्त हुए गुणों और शक्तियों का सहयोग अन्य आत्माओं को दो प्राप्त कराओ. വാക്കുകളിലൂടെ നമ്മൾ സേവനം ചെയ്യുന്നുണ്ട്, മനസ്സിലൂടെ സേവനം ചെയ്യുന്നുണ്ട്. നമുക്ക് ബാബയിൽ നിന്ന് പ്രാപ്തമായിരിക്കുന്ന ഗുണങ്ങളും ശക്തികളും
സഹയോഗം മറ്റു ആത്മാക്കൾക്ക് നൽകും. അവർക്ക് അല്ലെ ഗുണങ്ങളുടെയും ശക്തികളുടെയും പ്രാപ്തി നൽകും. അപ്പൊ ബാബ പറഞ്ഞത് ശ്രേഷ്ഠമായ സ്ഥിതിയുള്ള സൽപുത്രരായിട്ടുള്ള കുട്ടികള് എന്ത് ചെയ്യും? ബാബയിൽ നിന്ന് ലഭിക്കുന്ന ശക്തികളും സർവ ഗുണങ്ങളും അത് മറ്റുള്ളവർക്ക് സദാ അവർ സഹയോഗിക്കും. ഗുണങ്ങളുടെയും ശക്തികളുടെയും സഹയോഗിക്കും. സേവനത്തിന്റെ വിശേഷ സ്വരൂപം എന്താണ്? നമ്മൾ ബാബയിലൂടെ പ്രാപ്തമായിരിക്കുന്ന ഗുണങ്ങളും ശക്തികളും അജ്ഞാനികളായ ജ്ഞാനമില്ലാത്ത ആത്മാക്കൾക്ക് ദാനമായും ബ്രാഹ്മണ ആത്മാക്കൾക്ക് നമ്മൾ സഹയോഗമായും നൽകണം. ബ്രാഹ്മണ ആത്മാക്കൾ നമ്മുടെ സഹോദരാത്മാക്കളല്ല, അവർക്ക് ദാനം നൽകാൻ പറ്റില്ല. അവർക്ക് നമ്മൾ സഹയോഗമായിട്ട് നൽകണം അല്ലെ. അജ്ഞാനി ആത്മാക്കൾക്ക് ഗുണങ്ങളുടെയും ശക്തികളുടെയും ദാനം നൽകണം അല്ലെ. മാനസികമായിട്ട് ദുർബലരായ ആത്മാക്കളെ ശക്തിശാലിയാക്കി മാറ്റും. അത് ശ്രേഷ്ഠ ദാനമാണ്, ശ്രേഷ്ഠ സഹയോഗമാണ്. അതുകൊണ്ട് അല്ലെ വാക്കുകളിലൂടെ നമ്മൾ സേവ ചെയ്യുന്നുണ്ട്, മനസ്സിലൂടെ സേവ ചെയ്യുന്നുണ്ട്. ഈ എല്ലാ ഈ മനസ്സിലൂടെയും വാക്കിലൂടെയും ഒക്കെ സേവ ചെയ്യുമ്പോഴും നമുക്ക് പ്രാപ്തമായ ഗുണങ്ങളും ശക്തികളുടെയും സഹയോഗം മറ്റു ആത്മാക്കൾക്ക് നൽകണം. അവർക്ക് പ്രാപ്തി നൽകണം. ബാബ പറയുന്നത് എന്താണ്? അതായത് മറ്റേ ആത്മാവിന്റെ സേവനം നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമ്പർക്കത്തിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, കർമ്മങ്ങളിലൂടെ, വാക്കുകളിലൂടെ അവർക്ക് അശാന്തിയാണെങ്കിൽ അവർക്ക് ശാന്തി കൊടുക്കണം, അവർക്ക് ശാന്തി നൽകണം അല്ലേ. അപ്പൊ നമ്മുടെ വാക്കുകളിലൂടെ നമുക്ക് അവർക്ക് അവരുടെ മനസ്സിലേക്ക് ശാന്തി എത്തിച്ചു കൊടുക്കാൻ പറ്റും. അവരുടെ വാക്കുകളിലൂടെ ദുർബലമായ മനസ്സുകൾക്ക് നമുക്ക് ശക്തി കൊടുക്കാൻ പറ്റും. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സുകൊണ്ട് അല്ലെ ബാബയുടെ ശാന്തി സാഗരത്തിൽ നിന്ന് ശാന്തിയുടെ പ്രകാശധാര അവരുടെ ആത്മാവിലേക്ക് നിറയുന്നതായിട്ട് നമ്മൾ ഭാവന ചെയ്യുന്നു. അവർക്ക് അല്ലെ സാഗരം പോലെ നിറഞ്ഞ ശാന്തി ലഭിക്കുന്നു എന്ന് നമ്മൾ അല്ലെ ആ മനസ്സുകൊണ്ടും അവർക്ക് വേണ്ടി യോഗദാനം ചെയ്യണം. അവർ മെഡിറ്റേഷൻ ചെയ്തിട്ട് അവർക്ക് വേണ്ടി യോഗദാനം ചെയ്യണം. അത് ബാബയുടെ സർവശക്തന്റെ ശക്തികള് അവരുടെ ആത്മാവിലേക്ക് നിറച്ചു കൊടുക്കും. ആ മനസ്സുകൊണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് ലഭിക്കും. പിന്നെ നമ്മുടെ വാക്കുകളിലൂടെയും നമ്മൾ നൽകണം. അവർക്ക് ധൈര്യം കൊടുക്കണം, ശക്തി കൊടുക്കണം, എനർജി കൊടുക്കണം. അപ്പൊ നമ്മൾ ആ ഗുണങ്ങളുടെയും ശക്തികളുടെയും സഹയോഗം നൽകുന്നത് അല്ലെ ബാബയുടെ സൽപുത്രരായ കുട്ടികളുടെ സേവനം തന്നെയാണ്. എന്നുവെച്ചാൽ നമ്മൾ സേവാദായികളാണ്. स्लोगन जो दृढ़ निश्चय से भाग्य को निश्चित कर देते हैं वही सदा निश्चित रहते. ആരാണോ ദൃഢനിശ്ചയത്തിലൂടെ തന്റെ ഭാഗ്യത്തെ സുനിശ്ചിതമാക്കി വയ്ക്കുന്നത് അവരാണ് സദാ നിശ്ചിതരായിരിക്കുന്നത് അല്ലെ. കാരണം നമ്മുടെ ദൃഢനിശ്ചയത്തിലൂടെ നമ്മുടെ ഭാഗ്യത്തെ സുനിശ്ചിതമാക്കും. കാരണം ഭാഗ്യവിധാതാവായ അച്ഛനെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അല്ലെ. ഭാഗ്യവിധാതാവായ ഭഗവാൻ നമ്മളെ എന്തിനാ കുട്ടികളാക്കി മാറ്റിയിരിക്കുന്നത്? നമുക്ക് നിറഞ്ഞ ഭാഗ്യം നൽകാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അത്രയും ഭാഗ്യം ഭഗവാൻ നമുക്ക് നൽകുക. അപ്പൊ നമുക്ക് ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം അല്ലെ. ദൃഢനിശ്ചയത്തിലൂടെ ബാബ നൽകിയ ഭാഗ്യത്തെ നമ്മൾ ഫിക്സ് ചെയ്യണം, ഫിക്സഡ് ആക്കണം, സുനിശ്ചിതമാക്കി മാറ്റണം അല്ലെ. അങ്ങനെ സുനിശ്ചിതമാക്കി മാറ്റുന്ന കുട്ടികളാണ് സദാ നിശ്ചിതരായത് അല്ലെ. നമുക്ക് ചിന്തയില്ല, നമ്മുടെ എല്ലാ മനസ്സിന്റെ ഭാരവും ഭഗവാനിൽ അർപ്പിക്കുന്നവരാണ്. ഭാഗ്യവിധാതാവിനെ നമുക്ക് ലഭിച്ചു. നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന ആളാരാണ്? ഭഗവാനാണ് അല്ലെ. നമുക്ക് വേണ്ടുന്ന മാർഗദർശനങ്ങളും നമുക്ക് വേണ്ടുന്ന സ്നേഹവും അല്ലെ നമുക്ക് വേണ്ടുന്ന പരിഗണന എല്ലാം ബാബ നമുക്ക് ഉള്ളിലൂടെ നൽകുക. ബാബയുടെ പാലനയാണ് ബാബയുടെ മുന്നിൽ. അപ്പൊ അതിലൂടെ നമ്മള് എല്ലാം കിട്ടാൻ നമുക്ക് രാവിലെ തന്നെ ബാബ നമുക്ക് എന്ത് ചെയ്യാണ്? നമ്മുടെ ആത്മാവിലേക്ക് വേണ്ടുന്ന നമ്മുടെ ആഹാരം, ആത്മാവിന്റെ ആഹാരം അതങ്ങ് നമുക്ക് നിറച്ചു തരികയാണ്. അപ്പൊ ഇത് നമുക്ക് നിറച്ചു തരുമ്പോ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം അല്ലെ. ആ ഭാഗ്യം നമുക്കുണ്ട്, ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് അല്ലെ. പിന്നെ നമുക്ക് ചിന്താകുലതയുടെ യാതൊരു ആവശ്യമില്ല, നമ്മൾ സദാ നിശ്ചിതരാണ്. ഇത്ര ഉയർന്ന ഭാഗ്യം നമുക്കുണ്ട് അല്ലെ. നമ്മൾ നിശ്ചിതരാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ ഇന്ന് മുരളി കേൾക്കാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയും? എന്ന് മുരളി കേൾക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ചിത്രത്തിൽ കാണില്ലേ അർജുനൻ യുദ്ധം ചെയ്യുന്നു, ഭഗവാൻ തേരിതെളിക്കും. എന്ന് മുരളി കേൾക്കാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് ഭഗവാൻ നമ്മുടെ തേര് തെളിക്കുക, നമ്മുടെ ജീവിതരത്നം തെളിക്കുക. നമ്മളാണ് ഈ ജീവിത യാത്രയില് നമ്മുടെ മുഴുവൻ പരിതസ്ഥിതി പ്രശ്നങ്ങൾ നമ്മൾ യുദ്ധം ചെയ്യണം. പക്ഷെ നമുക്ക് എല്ലാ മാർഗദർശനങ്ങളും നൽകിക്കൊണ്ട് നമ്മുടെ കൂടെ ആയിട്ട് ബാബ. അവിടെ അർജുനൻ ആത്മാവാണ്, ശ്രീകൃഷ്ണൻ പരമാത്മാവാണ്. അത് അല്ലെ ജീവാത്മാവിനെ പരമാത്മാവ് എങ്ങനെ നയിച്ചു കൊണ്ടുപോകുന്നു അല്ലെ. അപ്പൊ അവിടെ എന്താണ്? രാവിലെ തന്നെ നമ്മൾ പ്രഭാതത്തിൽ തന്നെ ബാബയുടെ മുരളി കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ഭഗവാന്റെ എല്ലാ മാർഗദർശനങ്ങളും ഭഗവാന്റെ സ്നേഹവും ആശീർവാദവും അനുഗ്രഹവും അല്ലെ എല്ലാം
പ്രാപ്തികളും എല്ലാ ഭാഗം നമുക്ക് നിറച്ചു തരിക രാവിലെ നമ്മളെ നയിച്ചു കൊണ്ട് പോകാൻ കൂടെ വരിക.